യുഡിഎഫിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിലൊന്നായ പാലാ നഗരസഭയിൽ പതിറ്റാണ്ടുകളായി തുടർന്നു പോകുന്ന കേരള കോൺഗ്രസ് എം ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് യുഡിഎഫ് അധികാരം പിടിച്ചെടുത്ത വാർത്ത സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. രാഷ്ട്രീയ ധാർമ്മികതയുടെയും കുടുംബശക്തിയുടെയും പ്രകടനം കണ്ട ഈ തിരഞ്ഞെടുപ്പിൽ ബിനു പുളിക്കക്കണ്ടവും കുടുംബവും സ്വീകരിച്ച ഉറച്ച നിലപാടാണ് പാലായുടെ ഭരണചക്രം തിരിക്കാൻ യുഡിഎഫിനെ സഹായിച്ചത്. 1985 ശേഷം ആദ്യമായി KM മാണിയുടെ തട്ടകത്തിൽ കേരള കോൺഗ്രസ് ഇതര ഭരണം വരുന്നു എന്ന പ്രത്യേകതയും ഈ വിജയത്തിനുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്കും അവഗണനകൾക്കും ബാലറ്റിലൂടെ മറുപടി നൽകിയ ബിനു പുളിക്കക്കണ്ടം തന്നെയും കുടുംബത്തെയും വിശ്വസിച്ച UDF മുന്നണിയോട് പുലർത്തിയ വിശ്വസ്തത പാലാ രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. പാലാ നഗരസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ അംഗബലം ഒരു മുന്നണിക്കുമില്ലാത്ത സങ്കീർണമായ അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. LDFന് 11 സീറ്റുകൾ നേടിയപ്പോൾ UDF 10 സീറ്റുകളിൽ ഒതുങ്ങി. ഈ സാഹചര്യത്തിൽ 3 പേർ അടങ്ങുന്ന പുളിക്കക്കണ്ടം കുടുംബവും ഒരു കോൺഗ്രസ് വിമതയും സ്വീകരിച്ച നിലപാട് നിർണായകമായി. ബിനു പുളിക്കക്കണ്ടം, അദ്ദേഹത്തിന്റെ മകൾ ദിയ ബിനു, സഹോദരൻ ബിജു പുളിക്കക്കണ്ടം എന്നിവർ സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ചതോടെ പാലായുടെ ഭരണം ആര് നിശ്ചയിക്കുമെന്ന ചോദ്യത്തിന് ഒരേയൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനൊപ്പം കോൺഗ്രസ് വിമതിയായി വിജയിച്ച മായ രാഹുൽ കൂടി പിന്തുണ പ്രഖ്യാപിച്ചതോടെ UDFന്റെ അംഗബലം 14 ഉയരുകയും ഭരണം ഉറപ്പിക്കുകയും ചെയ്തു. ഇടതുപക്ഷം പലവിധത്തിലുള്ള അനുനയ നീക്കങ്ങളുമായി പുളിക്കക്കണ്ടം കുടുംബത്തെ സമീപിച്ചെങ്കിലും തങ്ങളെ പിന്തുണച്ച UDFനെ വഞ്ചിക്കില്ലെന്ന നിലപാടിൽ ബിനു ഉറച്ചു നിന്നു. 5 വർഷവും അധ്യക്ഷ പദവി നൽകാമെന്ന വാഗ്ദാനം ഇടതുമുന്നണി മുന്നോട്ട് വെച്ചിട്ടും രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അത് നിരസിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ഈ ഭരണമാറ്റത്തിലൂടെ പാലാ നഗരസഭയ്ക്ക് ലഭിക്കുന്നത് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷയെയാണ്. 21 വയസ്സുകാരിയായ ദിയ ബിനു പുളിക്കക്കണ്ടം നഗരസഭാ അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ അത് യുവതലമുറയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ മാറ്റം കൂടിയാകും. ചെന്നൈയിലെ പ്രശസ്തമായ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഇക്കണോമിക്സ് ബിരുദം പൂർത്തിയാക്കിയ ദിയ ഉന്നത പഠനത്തിനായി തയ്യാറെടുക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. തന്റെ പിതാവ് നേരിട്ട രാഷ്ട്രീയ അവഗണനകൾക്ക് ജനകീയ കോടതിയിൽ നിന്ന് മറുപടി വാങ്ങുക എന്ന ലക്ഷ്യത്തോടെ 15ാം വാർഡിൽ നിന്ന് ജനവിധി തേടിയ ദിയ വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. ഭരണപരമായ കാര്യങ്ങൾ പുതുമ കൊണ്ടുവരാൻ ദിയയുടെ സാന്നിധ്യം സഹായിക്കുമെന്നാണ് UDF വിലയിരുത്തുന്നത്. വൈസ് ചെയർപേഴ്സൺ സ്ഥാനം കോൺഗ്രസ് വിമതയായി ജയിച്ച മായ രാഹുലിന് നൽകാനും UDF ധാരണയിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നഗരസഭാ ഭരണകാലത്ത് നേരിട്ട കൈപ്പേറിയ അനുഭവങ്ങളാണ് ബിനു പുളിക്കക്കണ്ടത്തെ ഇത്തരമൊരു വിപ്ലവകരമായ തീരുമാനത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ തവണ CPM ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടും ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ബിനുവിന് ചെയർമാൻ സ്ഥാനം നിഷേധിക്കപ്പെട്ടിരുന്നു. LDFലെ ഘടകകക്ഷികൾക്കിടയിലുണ്ടായ ഈ തർക്കം അന്ന് വലിയ വിവാദമായിരുന്നു. അന്ന് തനിക്ക് നേരിട്ട അപമാനത്തിന് പാലായിലെ വോട്ടർമാരിലൂടെ മറുപടി നൽകുമെന്ന് ബിനു പ്രഖ്യാപിച്ചിരുന്നു. ഇത്തവണ കുടുംബാംഗങ്ങളെ കൂടി അണിനിരത്തി സ്വതന്ത്രരായി മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ UDF പിന്തുണ നൽകി. ആ വിശ്വസ്തതയ്ക്കുള്ള പ്രത്യുപകാരമായാണ് ഇപ്പോൾ ഭരണം UDFന് കൈമാറാൻ അദ്ദേഹം തീരുമാനിച്ചത്. ബിജു പുളിക്കക്കണ്ടം ദീർഘകാലം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു എന്നത് ഈ വിജയത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. ശബരിമല വിഷയത്തിലുണ്ടായ ജനവികാരവും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീന മേഖലകളിൽ തിരിച്ചടിയായതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. KM മാണിയുടെ വിയോഗത്തിന് ശേഷം പാർട്ടിക്കുണ്ടായ ഭിന്നതയും തുടർന്നുണ്ടായ മുന്നണി മാറ്റവും പാലായിലെ സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. പാരമ്പര്യമായി UDFനൊപ്പം നിന്നിരുന്ന വോട്ടർമാരെ തിരികെ കൊണ്ടുവരാൻ പുളിക്കക്കണ്ടം കുടുംബത്തിന് സാധിച്ചു. പാലാ നഗരസഭയിലെ ഈ മാറ്റം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്. ദശകങ്ങളായി മാണി ഗ്രൂപ്പ് കൈവശം വെച്ചിരുന്ന അധികാരം നഷ്ടപ്പെട്ടത് ജോസ് കെ മാണിക്ക് വ്യക്തിപരമായ തിരിച്ചടി കൂടിയാണ്. സഹവർത്തിത്വത്തിന്റെയും രാഷ്ട്രീയ മാന്യതയുടെയും മാതൃകയായാണ് പുളിക്കക്കണ്ടം കുടുംബം കാണിച്ചതെന്ന് UDF നേതാക്കൾ പ്രതികരിച്ചു. കേവലമായ അധികാരത്തിനപ്പുറം ജനങ്ങൾ നൽകിയ വിശ്വാസത്തിന് വില കൽപ്പിക്കുന്ന സമീപനമാണ് ബിനു പുളിക്കക്കണ്ടം സ്വീകരിച്ചത്. രാഷ്ട്രീയത്തിൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും എത്രത്തോളം സ്വാധീനം ചെലുത്താനാകുമെന്ന് പാല തെളിയിച്ചു. വരും വർഷങ്ങളിൽ വികസന മുരടിപ്പ് മാറ്റി പാലായെ പുതിയൊരു ഉയരത്തിലെത്തിക്കുമെന്ന വാഗ്ദാനമാണ് ദിയ ബിനു മുന്നോട്ട് വെക്കുന്നത്. കേരളം ഉറ്റുനോക്കിയ പാലാ നഗരസഭാ ഭരണം അങ്ങനെ പുതിയൊരു യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അഴിമതിയില്ലാത്തതും സുതാര്യവുമായ ഭരണം ഉറപ്പാക്കാൻ യുവ നേതൃത്വത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാലാ നിവാസികൾ.